വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിലെ ഫാക്ട്സ്, കേരള ജോഗ്രഫി, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലെ സ്പോർട്സ്, ഇതൊക്കെയായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ, അതായത് 10th പ്രിലിംസ്, നമ്മുടെ ഈ ലാസ്റ്റ് ഗ്രേഡ് നിലവാരത്തിലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ്. അതിനുശേഷം അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് കേരളത്തിന്റെ റിനയസൻസും അതുപോലെ തന്നെ കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ് കേരളത്തിലെ കലാപങ്ങളിലെ, അതായത് സ്വാതന്ത്ര്യ സമര കാലത്ത് നടന്നിട്ടുള്ള സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ തുടങ്ങിയാലോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ഏത് സംസ്ഥാനമാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്? കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി ആരാണ്? കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയ മന്ത്രി എം എൻ ഗോവിന്ദൻ നായർ ട്ടോ. ലക്ഷം വീട് ആരാണ്? എം.എൻ. ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന മന്ത്രിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ ഏതാണ്? കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകൾ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിന്റെ കടലോരങ്ങളിൽ എന്ത് മണ്ണാണ് കാണപ്പെടുന്നത്? കേരളത്തിന്റെ കടലോരങ്ങളിൽ കാണപ്പെടുന്നത് മണലാണ്. കടലോരങ്ങളിൽ എന്താണ്? മണലാണ്. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം എന്ന് എന്തിനെ വിളിക്കുന്നു? കേരളത്തിലെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മത്സ്യം, അല്ലെ? സംസ്ഥാനത്തെ കലാലയങ്ങളെ ഹരിതാപമാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വനം വകുപ്പുകൾ ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിക്ക് വിളിക്കുന്ന പേര് എന്താണ്? പേര് നമ്മുടെ മരം എന്നാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. കേരള ഹൈക്കോടതി എറണാകുളത്താണ് ട്ടോ. ഇനി അടുത്തത്, കേരളത്തിൽ എല്ലാ കേരളത്തിലെ ജില്ലകളിലെ സമുദ്രതീരമില്ലാത്തതും സംസ്ഥാനത്തെ ജില്ലകളാൽ മാത്രം എല്ലാ വശവും ചുറ്റപ്പെട്ടതുമായ ഏക ജില്ല ഏതാണ്? അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, കേരളത്തിലെ കരബന്ധിത ജില്ല ഏതാണ്? അങ്ങനെ ചോദിച്ചാൽ കോട്ടയമാണ് ഉത്തരം പറയേണ്ടത്. ബീഡി വ്യവസായം പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ബീഡി വ്യവസായം പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. മലബാർ സിമന്റ്സ് വ്യവസായ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം വാളയാറാണ്. എവിടെയാണ് മലബാർ സിമന്റ്സ്? വാളയാറിലാണ് മലബാർ സിമന്റ്സിന്റെ ആസ്ഥാനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ഏതാണ്? ചെറുകുളത്തൂർ ആണ്. കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് ആര്? പി.ടി. ചാക്കോ ആണ് കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ്. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് അനുഭവപ്പെടുന്ന മഴയെ നമ്മൾ വിളിക്കുന്നത് തുലാവർഷം എന്നാണ്, അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ എന്നും വിളിക്കുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ചത് എവിടെയാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിച്ചത് പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള സംഗീത നാടക അക്കാദമി തൃശ്ശൂരാണ്. സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, സ്കൂൾ ഓഫ് ഡ്രാമ, അതൊക്കെ തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ്. ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ക്രിസ്തുമത വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം എന്ന് വിശേഷിപ്പിക്കുന്നത്, സഹ്യന് കുറുകെയുള്ള ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ് കേട്ടോ. കേരള ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം, കേരള ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്.
കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് അഥവാ KSFE അല്ലെ, അതിന്റെ ആസ്ഥാനം, KSFEയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരാണ് KSFEയുടെ ആസ്ഥാനം എന്ന് പറയണം കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് ആണ്. ആരാണ്? ഡോക്ടർ ജാൻസി ജെയിംസ് ആണ്. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ? കേരള ബാംബു കോർപ്പറേഷൻ എവിടെയാണ്? അങ്കമാലിയിലാണ് കേരള ബാംബു കോർപ്പറേഷൻ. അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രഥമ സെക്രട്ടറി പാലാ നാരായണൻ നായർ ആയിരുന്നു. ആരാണ്? പാലാ നാരായണൻ നായർ. കേരളത്തിലെ കടലോര തീരങ്ങളിലെ, കടൽ പ്രദേശങ്ങളില്, ആ തീരത്ത് കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതു ഏതാണ്? അപ്പൊ കടലോരങ്ങളില് കൂടുതലും എന്താ ഉള്ളത്? കരിമണലാണ് ഉള്ളത്. അവിടെ നിന്ന് ലഭിക്കുന്ന ധാതു ഇൽമനൈറ്റ്, മോണോസൈറ്റ് തുടങ്ങിയവയാണ്. ഏതൊക്കെയാണ്? ഇൽമനൈറ്റും അതുപോലെ തന്നെ മോണോസൈറ്റും ഉണ്ട്. റബ്ബർ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ല ഏതാണ്? അത് കോട്ടയാണ്. റബ്ബർ ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെങ്കിൽ ജില്ല ഏതാണ്? കോട്ടയാണ് കേട്ടോ. ഇനി കേരളത്തിൽ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ആരായിരുന്നു? കേരളത്തിൽ വനിതാ കമ്മീഷന്റെ പ്രഥമ ചെയർപേഴ്സൺ ബി സുഗതകുമാരി ടീച്ചർ ആണ്. ആരാണ്? ബി സുഗതകുമാരി ടീച്ചർ. അടുത്തത് കുടികിടപ്പുകാർക്ക് 10 സെന്റ് സ്ഥലം വരെ, 10 സെന്റ് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം പതിച്ചു കൊടുക്കാൻ ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണ്? അതായത് കുടികിടപ്പുകാർക്ക് 10 സെന്റ് സ്ഥലം അവർക്ക് പതിച്ചു കൊടുക്കാനായിട്ട് അല്ലെ എന്താണ് ലക്ഷ്യമിട്ട ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് 1970-ലാണ്. കേരളത്തിൽ പുതുതായി സ്ഥാപിതമായ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ്? അപ്പൊ പുതുതായി എന്ന് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2015 ചോദ്യമാണ് ഇത്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ കേരളത്തിൽ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് എവിടെയാണ്? പൂക്കോടാണ്. കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? കുമരകത്തിനും തണ്ണീർമുക്കത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്നത് പാതിരാമണൽ ദ്വീപാണ്. അടുത്ത ചോദ്യം, കൊച്ചി മെട്രോ റെയിൽ സംവിധാനം ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോയാണ്? ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ സംവിധാനമാണ് കൊച്ചി മെട്രോ. ഇനി അടുത്തത്, കരപ്പുറം എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഏതിനെയാണ്? ചേർത്തലയെ മുമ്പ് അറിയപ്പെട്ടിരുന്നത് കരപ്പുറം എന്നാണ്, ചേർത്തല കേട്ടോ. ഇനി അടുത്തത്, കേരളത്തിലെ നവീന ശിലായുഗത്തിന്റെ ഒരു കേന്ദ്രം പറയുക. കേരളത്തിലെ നവീന ശിലായുഗ കേന്ദ്രത്തിന് ഉദാഹരണമാണ് വയനാട് ജില്ലയിലെ ഇടയ്ക്കൽ. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെ? കേരള വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളവും, സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണം കോട്ടയവും, സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനം കേരളവുമാണ്. ഏറ്റവും കുറവ് ആദിവാസികൾ ഏത് ജില്ലയിലാണ്? ഏറ്റവും കുറവ് ആദിവാസികൾ ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൽ മഹാശിലാ സംസ്കാരങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. ഭൂമിശാസ്ത്രപരമായി കുട്ടനാട് 6 ഭാഗങ്ങൾ ഉള്ളതിൽ നിലവിൽ ഉപ്പുവെള്ളം കയറുന്ന സ്ഥലം ഏതാണ്? ഉപ്പുവെള്ളം കയറുന്നതില് ഏതാണ്? ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട് ലോവർ കുട്ടനാട്, അപ്പർ കുട്ടനാട്, പുറക്കാട് കരി, വൈക്കം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ വൈക്കത്താണ് എന്ത്, അതായത് ഉപ്പുവെള്ളം കയറുന്ന പ്രധാനപ്പെട്ടത് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമം ഗ്രാമമാണ് കൊളാവി പാലം. അത് എന്തിന് പേര് കേട്ട സ്ഥലമാണ്? അത് കടലാമകളുടെ പ്രജനനത്തിന് പേര് കേട്ട സ്ഥലമാണ് കൊളാവി പാലം. ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ
കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല വയനാടാണെന്ന് പറയണം കേട്ടോ. കേരളത്തില് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നാണ് സ്ഥാപിതമായത്? 1951 തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സ്ഥാപിതമായി. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ കേരളത്തിലെ ഒരു സ്ഥലമാണ് മാഹി. പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമായ സ്ഥലം മാഹി. ഇനി അടുത്തത്, കേരള സംസ്ഥാനം രൂപം കൊണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേരള സംസ്ഥാനം രൂപം കൊണ്ടത് ഭാഷ അടിസ്ഥാനത്തിലാണ്. പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള ഭൂവിഭാഗം ഏതാണ്? പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനും ഇടയിലുള്ള ഭൂവിഭാഗത്തെ ഇടനാട് എന്ന് വിളിക്കുന്നു. കേരളത്തിലെ ആദ്യത്തെ അച്ചടി ശാല സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ അച്ചടി ശാല സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. ചവിട്ടുനാടകം എന്ന കലാരൂപം കേരളത്തിൽ കൊണ്ടുവന്നത് ആരാണ്? ചവിട്ടുനാടകം കേരളത്തിൽ എത്തിച്ചത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ആരാണ്? പോർച്ചുഗീസുകാർ. അടുത്തത്, 1.25 കോടി മലയാളികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? EMS നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് 1.25 കോടി മലയാളികൾ എന്നത്. കേരളത്തിൽ ആദ്യ EMS മന്ത്രിസഭ പിരിച്ചുവിട്ടത് എന്നാണ്? നമ്മുടെ EMS മന്ത്രിസഭ ആദ്യത്തെ മന്ത്രിസഭയാണ് 1959 എന്നാ പിരിച്ചുവിട്ടത്? 1959 എന്തു പിരിച്ചുവിട്ടു? EMS മന്ത്രിസഭ പിരിച്ചുവിട്ടു. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനം ഏതാണ്? അതിന്റെ പേരാണ് കേരള കലാമണ്ഡലം. തൃശൂർ ജില്ലയിൽ ചെറുതുരുത്തിയിലാണ് എന്തിന്റെ ആസ്ഥാനം? കേരള കലാമണ്ഡലത്തിന്റെ ആസ്ഥാനം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര മന്ത്രി ആരാണ്? വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? നിവേദിത പി ഹരൻ. നിവേദിത പി ഹരൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി. കേരളത്തിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വന്നത് എന്നാണ്? 1957 ഏപ്രിൽ 5 നിലവിൽ വന്നു. പിരിച്ചുവിട്ടത് എന്നാണ്? നമ്മൾ എന്താ പറഞ്ഞേ? 1959 പിരിച്ചുവിട്ടു. കേരളത്തിൽ വനനിയമം നിലവിൽ വന്നത് എന്നാണ്? 1961 വനനിയമം വന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുന്നേ 36 വനം ഡിവിഷനുകൾ കേരളത്തിലുണ്ട് എന്നുള്ളത് അല്ലെ. ഇന്ത്യയിൽ ആദ്യത്തെ ജല മ്യൂസിയം എവിടെ നിലവിൽ വന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം എവിടെയാണ്? പെരിങ്ങളം. പെരിങ്ങളമാണ്. ളായാണ്, പെരിങ്ങളമാണ്. അടുത്തത്, പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല. പട്ടികജാതിക്കാർ ആണെങ്കിൽ നമ്മൾ പാലക്കാടും, പട്ടികവർഗക്കാർ ആണെങ്കിൽ കൂടുതൽ അല്ലെങ്കിൽ ഗിരിവർഗക്കാർ, ആദിവാസികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വയനാട് ജില്ലയുമാണ് പറയേണ്ടത്. കേരളത്തിൽ പ്രകൃത്യാ തന്നെ വളരുന്ന ചന്ദനക്കാടുകൾ എവിടെയാ കാണപ്പെടുന്നത്? മറയൂരാണ് കാണപ്പെടുന്നത്. ചന്ദനക്കാടുകൾക്ക് പേരുകേട്ട സ്ഥലമാണ് മറയൂര്. വയനാട് ജില്ലയിലൂടെ കിഴക്കോട്ടൊഴുകുന്ന ഒരു നദിയാണ് കബനി നദി. കിഴക്കോട്ടൊഴുകുന്ന എത്ര നദികളുണ്ട്? കബനി, ഭവാനി, പാമ്പാർ എന്നിങ്ങനെ 3 നദികളുണ്ട്. ഏത് കായലിന്റെ തീരത്താണ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത്? കുട്ടനാട് കൊച്ചി കായലിന്റെ തീരത്ത് എന്ത് സ്ഥിതി ചെയ്യുന്നു? കുട്ടനാട് സ്ഥിതി ചെയ്യുന്നു. എവിടെ? കൊച്ചി കായലിന്റെ തീരത്ത്. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകൾ എത്രയാണ്? കടലുമായി നേരിട്ട് ബന്ധമുള്ള 27 കായലുകൾ കേരളത്തിലുണ്ട്. കാസർഗോഡ് ജില്ലയില് ഏറ്റവും നീളമുള്ള നദി എന്ന് ചോദിച്ചാൽ ഏതാ പറയാ? കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളമുള്ള നദി ചന്ദ്രഗിരി പുഴയാണ്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എവിടെയുമാണ്? ഏതാണ്? തൂതപ്പുഴയുമാണ്. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്?
ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. കേരളത്തിൽ എത്ര കായലുകളുണ്ട്? 34 കായലുകളുണ്ട്. എത്ര നദികളുണ്ട്? 44 നദികളുണ്ട്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. കേരളത്തിൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കൽ ജലവൈദ്യുത പദ്ധതിയാണ്. ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം ഏതാ? ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിദേശ രാജ്യം കാനഡയാണ്. തിരമാലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞമാണ് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ സ്ഥലം. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുവിന്റെ പേര് എന്താണ്? നാഫ്ത. എന്താണ്? നാഫ്തയാണ്. അടുത്തത് ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ബ്രഹ്മപുരത്ത് ഉപയോഗിക്കുന്നത് ബ്രഹ്മപുരം എവിടെയാണ്? എന്താണ്? ഡീസലാണ്. പരിസ്ഥിതിക്ക് കടുത്ത ആഘാതം ഏൽപ്പിക്കാം എന്നതിനാൽ ഉപേക്ഷിക്കപ്പെട്ട ആദ്യ ജലവൈദ്യുത പദ്ധതിയുടെ പേര് എന്താണ്? ഏതാണത്? അതായത് ഓപ്ഷൻ നോക്കിയിട്ട് വേണം നിങ്ങൾ ഉത്തരം പറയാൻ. സൈലന്റ് വാലി ആണോ, പള്ളിവാസലാണോ, ശബരിഗിരിയാണോ, ഇടുക്കിയാണോ എന്നാണ് ചോദിക്കണേ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിയല്ലോ, സൈലന്റ് വാലി ആണ്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്താണ്? കഞ്ചിക്കോട് നിന്നും നമ്മൾ എന്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണേ? കാറ്റിൽ നിന്നുള്ള വൈദ്യുതി. കഞ്ചിക്കോട് വിൻഡ് ഫാം എന്നാണ് പറയുക, അല്ലെ? ഇനി മുല്ലപ്പെരിയാർ ഡാം എന്നാണ് നിർമ്മിച്ചേ? 1895 മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചു. മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് 1895. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി അടുത്തത് ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? ബിയോണ്ട് ദ ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് കുമരകം വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശെന്തരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ശെന്തരുണി കൊല്ലം ജില്ലയിലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശെന്തരുണി ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? കുളത്തൂപ്പുഴ. അതും പഠിക്കുക. കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. ഏത്? ശെന്തരുണി. ക്ലിയർ ആയല്ലോ? വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ കാണപ്പെടുന്ന നാഷണൽ പാർക്ക് ഏത്? ഇരവികുളം. വരയാടുകൾ എവിടെയാ? കേരളത്തില് ഇരവികുളത്ത്. പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത മന്ത്രി ആരാണ്? കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി ജയറാം രമേശ് ആണ് നമ്മുടെ പറമ്പിക്കുളം കടുവാ സംരക്ഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ഇരവികുളം നാഷണൽ പാർക്കിലെ പ്രധാന വന്യജീവി, അതിപ്പന്നെ നമ്മൾ പറഞ്ഞില്ലേ മക്കളെ, ഇരവികുളം പറഞ്ഞപ്പോ ഏതാണ്? വരയാടെന്ന് പറഞ്ഞു. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുത്തങ്ങ വയനാട് ജില്ലയിലാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം ഉള്ളത്. ഇനി അടുത്തത് സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ? സെൻട്രൽ മെറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പനങ്ങാടാണ്. പനങ്ങാട്. കേരളത്തിലെ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻസ് ഇതാണ്: നീണ്ടകര, ബേപ്പൂര്, ചാവക്കാട്, ചെറായി. ട്ടോ. അതിൽ PSC അന്ന് കൊടുത്തിരുന്ന ഉത്തരം നീണ്ടകര എന്നാണ്. എന്താണ്? നീണ്ടകര. ട്ടോ. ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടത്തുന്ന സംസ്ഥാനം ഏതാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഓപ്ഷൻ തന്നിട്ടുണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ചോദിച്ചേക്കണ അസം, തമിഴ്നാട്, ഗുജറാത്ത്, കേരളം. അപ്പോഴും അവിടെ എന്താ? കേരളമാണ് ഓപ്ഷൻ വരിക. മത്സ്യ സമുദ്ര ശാസ്ത്ര പഠനത്തിന് കേരളത്തിൽ ആരംഭിച്ച സർവകലാശാല എവിടെയാ ആരംഭിച്ചത്? കൊച്ചിയില്. മത്സ്യ ശാസ്ത്ര സമുദ്ര ശാസ്ത്ര പഠനത്തിന് കൊച്ചിയിൽ ആരംഭിച്ചു. ഇനി കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാലും കൊച്ചി. എന്താണ്? കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി. മലപ്പുറം ജില്ലയിൽ വരുന്ന മത്സ്യബന്ധന തുറമുഖം ഏത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ബേപ്പൂര്, തിരൂര്, പൊന്നാനി, നീണ്ടകര. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതാണ്? പൊന്നാനിയാണെന്ന്. അടുത്ത് നോക്കൂ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി ഏതാണ്? ആരാണ്? SK നായർ. ആരാണ്? SK നായർ. ഒളിമ്പിക്സ്
അത് ഓപ്ഷൻ തന്നെ കാണുന്നത് മമ്പിള്ളി രാഘവൻ, സാംബശിവ ശർമ്മ, SK നായർ, ടിനു യോഹന്നാൻ തുടങ്ങിയവരാണ് കേട്ടോ. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക്സ് സെമി ഫൈനലിൽ എത്തിയത് ആരാണ്? ഷൈനി വിൽസൺ ആണ്. ഷൈനി വിൽസൺ. ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സെമി ഫൈനലിൽ എത്തിയ ആദ്യ കേരള വനിത. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും ഷൈനി വിൽസന്റെ പേര് പറയണം. കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം എവിടെ നടന്നു? കേരളത്തിൽ ആദ്യമായി രാജ്യാന്തര ക്രിക്കറ്റ് മത്സരം തിരുവനന്തപുരത്ത് നടന്നു. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി ആരാണ്? PT ഉഷയാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ്? അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അഞ്ജു ബോബി ജോർജ് ആണോ, PT ഉഷയാണോ, MD വത്സമ്മയാണോ, ടിൻറ്റു ലൂക്കയാണോ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ലോക അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ഇന്ത്യൻ വനിത. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത, അതും ഷൈനി വിൽസൺ ആണ്. ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ വനിത ആരാ? ഷൈനി വിൽസൺ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ കേരളീയ വനിത. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ കേരളീയ വനിത ആരാ? PT ഉഷ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം എന്നാ നേടിയേ? കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം 1973, 74 കാലഘട്ടത്തിൽ. അങ്ങനെയാട്ടോ ഓപ്ഷൻ കൊടുത്താണ്. 68, 69, 69, 70, 73, 74, 74, 75 എന്നാ കൊടുത്തിരിക്കണേ കേട്ടോ. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ എത്തുന്ന നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. 163 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച റംസാർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിൽ ഒന്ന് ഏത് എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഞാൻ ടീച്ചർ വായിക്കാം. ഒന്ന് എന്താണ്? പൂക്കോട് തടാകമാണോ? അടുത്തത് സൈലന്റ് വാലി ആണോ? അടുത്തത് ശാസ്താംകോട്ട കായലാണോ? അടുത്തത് മൂന്നാറാണോ? ഏതാണത്? ശാസ്താംകോട്ട. കേരളത്തിലെ പുണ്യനദി എന്ന് നമ്മൾ ഏതിനെയാ വിളിക്കുക? പമ്പയെ കേരളത്തിലെ പുണ്യനദി എന്ന് വിളിക്കും. വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏത്? ഓപ്ഷൻസ് തരാം. പെരിയപുഴ, ദേവഗംഗ, പെരിയപുഴ, ചാലക്കുടി പുഴ, അതുപോലെ തന്നെ പമ്പാ നദി, മൂവാറ്റുപുഴ. ഏതാണ്? ചാലക്കുടി പുഴ ട്ടോ. ചാലക്കുടി പുഴയാണ്. ഇനി അടുത്തത്, പെരിയാറിന്റെ പഴയ നാമം എന്ത്? പെരിയാർ പണ്ടുകാലത്ത് ചൂർണി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലമാണ്? നീണ്ടകരാഴി. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കണേ? നീണ്ടകരാഴി എന്ന് വിളിക്കണേ അല്ലെ? അഴിമുഖം. താഴെ പറയുന്നവയിൽ പാലക്കാട് ജില്ലയിലൂടെ ഒഴുകണ നദി ട്ടാ. ഓപ്ഷൻസ് കബനി, ഭവാനി, പാമ്പാർ, ചിന്നാർ. ഏതാണ് പാലക്കാട് ജില്ലയിലൂടെ ഒഴുകണേ? ഭവാനി പാലക്കാട് ജില്ലയിലൂടെയാ ഒഴുകണേ. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി ഏതാ? കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരാണ് വടക്കേറ്റത്തെ നദി അല്ലെ? മഞ്ചേശ്വരം പുഴ. ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? ഗ്രാമസഭയിലാണ് ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കണേ. ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏതാണ്? ഗ്രാമം, ജില്ല, ബ്ലോക്ക്, താലൂക്ക്. ഏതാണ്? താലൂക്ക്. കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം എന്ന് നിലവിൽ വന്നു? 1994 ഏപ്രിൽ മാസം 23-ാം തീയതി നിലവിൽ വന്നു. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് എവിടെയാണെന്ന്? തൃശൂർ ജില്ലയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് കൂടുതൽ. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരത്തിന്റെ പേര് എന്താണ്? എന്തു പുരസ്കാരം നൽകണേ? നിർമ്മൽ ഗ്രാമ പുരസ്കാരം. എന്താ നൽകണേ? നിർമ്മൽ ഗ്രാമ പുരസ്കാരം. കേരളത്തിൽ ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള അംഗസംഖ്യ ഏതാ? ആകെ അംഗസംഖ്യയുടെ 1/10 ഭാഗമാണ്. ആകെ അംഗസംഖ്യയുടെ 1/10 ഭാഗമാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കിലയുടെ ആസ്ഥാനം എവിടെയാണ്? തൃശൂർ ജില്ലയിൽ മുളങ്കുന്നത്ത് കാവാണ് കിലയുടെ ആസ്ഥാനം. തൃശൂർ ജില്ലയിലെ മുളങ്കുന്നത്ത് കാവാണ് എന്തിന്റെ ആസ്ഥാനം? നമ്മുടെ കിലയുടെ ആസ്ഥാനം.
അടുത്തത് അടുത്ത ചോദ്യം, ഗ്രാമസഭയിൽ ആരെല്ലാം അംഗങ്ങളായിരിക്കും? നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെല്ലാം, നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ എത്ര പേരുണ്ടോ അവരൊക്കെ തന്നെ എന്തിലെ അംഗങ്ങളാണ്? ഗ്രാമസഭയിലെ. ആകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്രയാണ്? 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എത്രയാണ്? 50%. ഇനി അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ. അത്യാവശ്യം നന്നായിട്ട് നമ്മൾ ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കുറച്ചധികം നല്ലൊരു റിവിഷൻ ആയിട്ട് നിങ്ങൾ ഇതിനെ എടുക്കുക. അപ്പോൾ അത്യാവശ്യം ചോദ്യങ്ങൾ ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞുല്ലോ, അതായത് കേരളത്തിലെ കലാപങ്ങൾ, അതായത് നമ്മൾ പഞ്ചുതെങ്ങ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ കലാപങ്ങൾ പഠിക്കാണ്ട്. അതായത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്ത് കാലത്തുണ്ടായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ആ ഭാഗമുണ്ട്. അതുപോലെ കേരളത്തിലെ റിനൈസൻസ് ലീഡേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കും. അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് കുറച്ചുണ്ട്. അപ്പൊ 2-3 ക്ലാസ്സുകളിലായിട്ട് തരാം ടീച്ചർ. അപ്പോൾ പരീക്ഷ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരുന്നതാണ്. അപ്പോൾ ഒരു റിവിഷൻ ആണ്. അപ്പോൾ പരീക്ഷയോട് അടുക്കുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ കറണ്ട് അഫയേഴ്സും ടീച്ചർ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ഡെയിലി റിവിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഉള്ളൂ ഇനി ബാക്കി. അതും കൂടി ഒക്കെ ഒന്ന് നിങ്ങൾ എന്തായത് SCERT റിവിഷൻ അതും കൂടി ഭംഗിയായിട്ടൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് പോവാട്ടോ. മാത്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ഒപ്പം നിങ്ങൾ അതും കൂടി ഒന്ന് മറക്കരുത്. കാര്യം സമയമില്ലാണ്ടൊന്നും ഇരിക്കില്ല. നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് എക്സാം ആണ്, ഇംഗ്ലീഷോ മലയാളമോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാവർക്കും ഒക്കെ ഹോൾ ടിക്കറ്റ് വന്ന് കാണുമെന്ന് വിചാരിക്കണം. വന്നൂലോ അല്ലെ? ശരി, എന്നാ വന്നവർ കമന്റ് ചെയ്യൂട്ടോ.